അതെ, അനുമാനം നിർബന്ധമായിട്ട് നമ്മൾ സിനിമ കാണുന്നത് നിർബന്ധമില്ല. All the best for your dream project, Mr. Dixon. അതെ, ഒത്തിരി പേരുണ്ടാവും. ഇവിടുത്തെ വിഷയം എന്താ? ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഞങ്ങള് വനിതകൾക്ക് ഈ സിനിമ കാണാൻ ഇതിനകത്ത് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. പറഞ്ഞാരാ? ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത്. വനിതകളോടെല്ലാം ഞാൻ ചോദിച്ചിട്ടാ പറഞ്ഞേ. നിങ്ങൾ കൂടുതൽ അലക്കണ്ട, മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. ദിലീപിന്റെ ആളാകാൻ നോക്കണ്ട, ദിലീപിനെ പോലാകാൻ നോക്കണ്ട കേട്ടോ. കോടതി വിധി പലതും ഇവിടെ വന്നിട്ടുണ്ട്. ആ പല വിധികളും വന്നിട്ടുണ്ട്. അതെ, ഇതൊരു കോടതി ആയിട്ടുള്ളൂ. ഇതിനപ്പുറം വേറെ കോടതി ഇഷ്ടം പോലെ ഉണ്ട്. ആ പല കോടതികളുണ്ട്. ഇത് താഴത്തെ കോടതി മാത്രം. ആരും എന്ത് പറഞ്ഞാലും ഇവിടെ ഈ സിനിമ കാണാൻ വയ്യ. പേട്ടനെതിരെ ആ ബസ്സിൽ ശബ്ദമുയർത്തിയ ആ ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇതുപോലെ ആവണം സാധാരണക്കാരായ ജനങ്ങൾ ഈ അനീതിക്കെതിരെ പറയുവാൻ, പ്രവർത്തിക്കുവാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പേട്ടന്റെ ഒരു ഫിലിം ആ ബസ്സിൽ പ്ലേ ചെയ്യുമ്പോൾ അതിനെതിരെ ഈ ചേച്ചി ശബ്ദമുയർത്തുകയും നമുക്ക് കാണാൻ പറ്റും ആ 90% ആളുകളും അതിനെതിരാണ്. ആ ഫിലിം, അയാളുടെ ആ ഫിലിം കാണുവാനായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത്രയും വെറുത്തു തുടങ്ങി എന്നുള്ളതാണ്. കാരണം കീഴ്ക്കോടതിയിൽ അതിജീവിതക്കെതിരെ ഒരു വിധികളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷെ ഈ കീഴ്ക്കോടതിയിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടായി എന്ന് കരുതിയിട്ട് അധികം നിഗളിക്കണ്ട എന്നാണ് ഈ പേട്ടൻ ഫാൻസിനോടും പേട്ടനോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിനു മുകളില് കോടതിയുണ്ട്, പല വിധികളും മാറി മറിഞ്ഞിട്ടുണ്ട്. നീതി എന്നുള്ളത് ഇവിടെ നടപ്പാകുക തന്നെ ചെയ്യും. അതാണ് എനിക്ക് ഈ പേട്ടൻ ഫാൻസിനോടും ഈ വാലാട്ടികളോടൊക്കെ പറയാനായിട്ടുള്ളത്. ഈ അഖിൽമാരാരെ പോലെയുള്ള ലോ ക്വാളിറ്റി ഐറ്റംസ് പലതും പടച്ചു വിടുന്നുണ്ട്. നമുക്കറിയാം എത്ര ചീപ്പാണ് ഈ അഖിൽമാരാര് എന്ന് ഈ കഴിഞ്ഞ ദിവസത്തെ അയാളുടെ പ്രസ്താവനകളൊക്കെ നോക്കിയാലൊക്കെ മനസ്സിലാകും. ഇത്രയും ചീപ്പാണോ മാരാര് എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. എന്താണെങ്കിലും ഈ ബസ്സിലി ചേച്ചി ഇതിനെ എതിർത്തത് വളരെയധികം നന്നായി. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. പേട്ടൻ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ഏത് പമ്പയിൽ പോയി മുങ്ങിയാലും ഏത് സന്നിധാനത്ത് എത്തിയാലും പൊന്നുമോനെ, നിനക്ക് നിന്റെ പാപം കഴുകി കളയാനായിട്ട് പറ്റത്തില്ല. നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പൊ നീ താൽക്കാലികമായ, കാരണം അണയാൻ പോകുന്ന തീ ഒന്ന് ആളിക്കത്തും. അത്രയൊന്ന് വിചാരിച്ചാൽ നീ ഒന്ന് ആളി കത്തിക്കോ, പക്ഷെ നീ കെടും. ആ കെടുന്ന ഒരു ദിവസത്തിനാണ് ഞങ്ങളെ പോലുള്ള ഓരോ ജനങ്ങളും കാത്തിരിക്കുന്നത്. എന്നും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങള്. നിന്റെ ഏതോ ബബ്ബ ഏതൊക്കെ ഒരു ഫിലിം ഇറങ്ങാൻ പോകുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഏത് ഫിലിം ഇറങ്ങിയാലും അത് വിജയിക്കും എന്നുള്ളത് നിന്റെ ഒരു അതിമോഹം മാത്രമാണ്. നിനക്ക് പുട്ടുകച്ചവടം ഉണ്ടെങ്കിൽ ആ പുട്ട് പോയി കുത്തി ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്നും നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണ്. കാരണം സാധാരണക്കാരായ ജനങ്ങളാണ് ഞങ്ങള്. നിന്നെ വളർത്തിയത് ഞങ്ങളാണ്. അപ്പോ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ അന്തസ്സോടെ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ നീ ചെയ്യേണ്ടത്. കോടതി വിധികൾ ഇപ്പോൾ നിനക്ക് അനുകൂലമാണെങ്കിലും മുകളിലുള്ള കോടതിയിലേക്ക് പോകുമ്പോൾ ആ വിധി എന്താണെങ്കിലും മാറി എന്ന് ഞങ്ങളെ പോലുള്ളവര് 100% വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇയാള് ഏതോ അമ്പലത്തിന്റെ ഒരു ഇനോഗ്രേഷൻ സംഭവം ചെയ്യാൻ വന്നിട്ട് അതിൽ നിന്നും ഇയാളെ ഒഴിവാക്കി. അപ്പോ ഇതിൽ നിന്നും നമുക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാം, ഒരു 80% ജനങ്ങളും ഇവനെതിരായി തന്നെയാണ്. അപ്പോ അത് തന്നെയാണ് നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇവന് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്നത്. നമ്മുടെ കയ്യിലല്ല കോടതി ഒരു കാര്യങ്ങളും. നമ്മുടെ കയ്യിൽ എന്താ പറയാ, ഇതില് നമുക്കറിയാം 28ഓളം സാക്ഷികളോളം മൊഴി മാറ്റിയിട്ടുണ്ട്. അത് തന്നെ എന്താ, ഇവൻ പൈസ അറിയാതാണോ മാറ്റിയിട്ടുണ്ടാവും, ഇവന് പേടിച്ചും പൈസ ഇറങ്ങിയിട്ടായിരിക്കും അവൻ മാറ്റിയിട്ടുണ്ടാവുക. നമ്മുടെ കയ്യിൽ കോടികളൊന്നും എറിയാനില്ല മക്കളെ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇവന്റെ ഒരു ഫിലിമും കാണാതിരിക്കുക, ഇവന് ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇതാണ് നമ്മൾ സാധാരണക്കാരായ ജനങ്ങള്
നീതിയിൽ വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്ന ഒരു നീതിയുണ്ട്, ഇതുപോലെ നിങ്ങൾക്കും ഒരു നീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ആ നീതിയിൽ ചെയ്യുക. ഇപ്പൊ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ന്യായം എന്തെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിജീവിതക്കെതിരെ, ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിജീവിതക്കെതിരെ വളരെ മോശമായിട്ട് രീതിയിലൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ ഇടുന്ന കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിലും പെങ്ങന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്, അമ്മമാരുണ്ട് എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് പോവുക. ആ കുട്ടി കടന്നു പോയിട്ടുള്ള ട്രോമകളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണെങ്കിലും ഇതുപോലുള്ള ഇൻസിഡന്റുകൾ നമ്മൾ സാധാരണക്കാരെ ജനങ്ങളിൽ നിന്ന് ഇവനെതിരെ ഉണ്ടാകുമ്പോൾ കാണുമ്പോൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. എന്താണെങ്കിലും കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതായിട്ടാണെങ്കിലും എതിർത്തിട്ടാണെങ്കിലും എന്താണെങ്കിലും കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.